കുട്ടികൾക്ക് സൗജന്യ കാർഡിയോളജി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച കൊച്ചി അമൃത ആശുപത്രി. മാതൃസ്പർശം എന്ന പേരിൽ സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പിൽ 400-ലധികം കുട്ടികളാണ് പരിശോധനയ്ക്കായി എത്തിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയും നൽകും. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷത്തിന്റെയും കൊച്ചി അമൃത ആശുപത്രി പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിന്റെ 25ാം വാർഷികത്തിന്റെയും ഭാഗമായാണ് മാതൃസ്പർശം സൗജന്യ പീഡിയാട്രിക് കാർഡിയോളജി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു. ദുഃഖത്തോടെ കുഞ്ഞുങ്ങളുമായി വന്നവർ തങ്ങളുടെ ദുഃഖത്തിന് പരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയെന്ന ഉദാത്തമായ മനുഷ്യത്വ മാതൃകയാണ് തനിക്ക് ഇന്നിവിടെ കാണാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാനുഷികമായി ചിന്തിക്കുക എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നതല്ല ജീവിതം, അതൊരു ജീവിതമേ അല്ല. നമ്മൾ ആ കമ്മ്യൂണിറ്റി ബേസ്ഡ് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി, നമ്മൾ എല്ലാവർക്കും വേണ്ടി ജീവിക്കുമ്പോഴാണ്. ഇന്ന് ഞാനിവിടെ കാണുന്നത് അതിൻ്റെ ഒരു വളരെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഇരിക്കുന്ന ഓരോ ഫാദർ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടി സംസാരിക്കുകയാണ്. നമ്മൾ ഡോക്ടറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നഴ്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഒരു സ്പർശനം തന്നെയാണ്. അവരുടെ ആ ഹീലിംഗ് ടച്ച് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ചിരിയായിരിക്കാം, ഒരു സ്പർശനമായിരിക്കാം, ഒരു നല്ല വാക്കായിരിക്കാം. അതായിരിക്കും നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കാരണം കൂടാതെ കരയാൻ പറ്റുക അത് കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം കരയാൻ പറ്റുന്നത് അഹങ്കാരം അപ്രത്യക്ഷമാകുന്ന നിമിഷങ്ങളിലാണ്. അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ അറിയാതെ കരഞ്ഞു പോകാറുണ്ട്. എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. അമൃത ആശുപത്രിയും ഒഡീഷ ആരോഗ്യ സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും ചടങ്ങിൽ വെച്ച് കൈമാറി. കൊച്ചി അമൃത ആശുപത്രിയുമായുള്ള ധാരണാപത്രം വഴി പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിൽ ഗവേഷണം, പരിശീലനം, ചികിത്സാ വിപുലീകരണം എന്നിവയ്ക്കുള്ള വഴി തുറക്കുമെന്ന് ഒഡീഷ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ മനാഷ് രഞ്ജൻ സാഹു അഭിപ്രായപ്പെട്ടു. And I, on behalf of the doctors and paramedical staffs and the entire healthcare fraternity of Odisha, I am tendering an obliged voice to Amrita Institute and Amma for giving me an opportunity to sign a MOU with the Amrita Institute. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടാതെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ജമ്മു കശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 500ഓളം കുട്ടികളും കുടുംബങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു. ഹൃദയരോഗങ്ങളുടെ ആദ്യഘട്ട പരിശോധനയും ചികിത്സാ മാർഗനിർദ്ദേശവും ക്യാമ്പിൽ സൗജന്യമായി ലഭ്യമാക്കും. തെരഞ്ഞെടുത്ത കുട്ടികൾക്ക് ഹൃദയ ശസ്ത്രക്രിയ സൗജന്യമായി നടത്തുമെന്നും കൊച്ചി അമൃത ആശുപത്രി പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ആർ കൃഷ്ണകുമാർ അറിയിച്ചു. Based on our assessment here, we have then offered to provide surgical or other solutions for these children, whoever is in need, and we are delighted by the response. അമൃത ആശുപത്രിയിലെ 25 വർഷത്തെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിന്റെ നേട്ടങ്ങളും ചടങ്ങിൽ അവതരിപ്പിച്ചു. കൊച്ചി അമൃത ആശുപത്രി ക്ലിനിക്കൽ പ്രൊഫസർ ഡോക്ടർ ബ്രിജേഷ് പി കെ, സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർ തുടങ്ങിയവർ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി.